പ്രിയ സുഹൃത്തുക്കളെ, പലരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു ശിക്ഷണവും കൊടുക്കാതെ മക്കളെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ എല്ലാ കാര്യവും സാധിച്ചു കൊടുത്ത് വളർത്തുക, അത് മക്കളോട് ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീയുടെ ദുഃഖം കണ്ടപ്പോഴത്തേക്ക് അതിനോട് കാര്യം ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒരു ദേഷ്യപ്പെടലോ ഒന്നുമില്ലാതെ വളർത്തിക്കൊണ്ട് വന്നു കൊച്ചിനെ 9ാം ക്ലാസ് ആയപ്പോൾ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞാൽ അങ്ങ് തൂങ്ങിച്ചെത്താൻ കൊച്ച്. അത്രയും പോലും താങ്ങാൻ പറ്റില്ലാതെ വരും. ഈ റാഗിങ് എന്നൊക്കെ പറയുമ്പം ഭയങ്കരമായിട്ട് ചിലർക്ക് വിഷമം വരും. റാഗിങ് ഒന്നും പാടില്ല, എന്നാലും തമാശ ഒക്കെ പറഞ്ഞ് അങ്ങനെ സഭാകമൊക്കെ മാറ്റിയെടുക്കുന്ന പരിപാടിയൊക്കെ ആയിരിക്കും അത്. അങ്ങനെയൊക്കെ നല്ലതായിട്ടായിരുന്നു പണ്ട് കാലത്ത് വരുന്നത്. ഇപ്പോഴല്ലേ ഈ രീതിയിലൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. ഈ ഒന്നും വീട്ടിലെല്ലാം കാര്യം സാധിച്ച് അങ്ങനെ കൊടുത്ത് വളർത്തുന്ന പിള്ളേർക്ക് യാതൊരു തരത്തിലുള്ള ഒന്നും പുറത്തു പോയി അല്ല മറ്റുള്ളവരുടെ അടുത്ത് ഒന്നും താങ്ങാൻ പറ്റത്തില്ലാത്ത പോലെ വരും. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ജോലികളൊക്കെ ചെയ്യിച്ച് പഠിപ്പിച്ച്, അതാണ് ശരിക്ക്. പിന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കണം. എങ്കിലേ മറ്റുള്ളവരുടെ സഹാനുഭൂതി ഉള്ള നല്ല സ്വഭാവമൊക്കെ വരുള്ളൂ. അപ്പം ഒരു കുട്ടി അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭൂരിഭാഗം കാരണം മാതാപിതാക്കളാണ്. വലിയ സ്നേഹമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം. അതുപോലെ തന്നെ ഒത്തിരി തൽക്കാലത്തേക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് മിഠായി കൊടുക്കുക. അത് ഭയങ്കര വിഷമായിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. അത് ശീലിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. ഒത്തിരി മിഠായി, ഐസ്ക്രീം എന്ന് വേണ്ട മൈദ കൂടിയ സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, ഇങ്ങനെയുള്ളതല്ല. പിന്നെ മൊബൈൽ കൈ കൊടുക്കുന്നത് തൽക്കാലം കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മൊബൈൽ കൊടുക്കും. അത് വലിയ ദോഷങ്ങളാണ്. തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിലെ ഈ അടുത്ത കാലത്ത് കേട്ടതാണ്, 200 കുഞ്ഞുങ്ങൾക്ക് ബ്രെയിൻ ട്യൂമറോ പ്രശ്നങ്ങളോ വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി പറഞ്ഞത് മറ്റൊന്നുമല്ല, കാരണം ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് കരഞ്ഞാലും സാരമില്ല, ആ രീതിയിലൊക്കെ പിള്ളേർ വളർന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അപ്പം അനുസരിപ്പിച്ച് നല്ലതൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഭാവിയിൽ വീട്ടിൽ നന്നായിട്ട് പെരുമാറി കഴിഞ്ഞാൽ നാട്ടുകാരും പോലീസുകാരും തല്ലാതിരിക്കും. അക്രമ പ്രവർത്തനം ഒന്നും കാണിക്കില്ല. അങ്ങനെ എൻ്റെ അഭിപ്രായമാണ്. എതിരഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒത്തിരി കാലത്തെ അനുഭവങ്ങളിലൂടെ കാണുന്നതാണ്. 5 വയസ്സിന് മുമ്പ് സ്വഭാവരൂപീകരണം നടന്നിരിക്കണമെന്ന ശാസ്ത്രീയമായിട്ട് പറയുന്നത്, അതാണ് അവരെ ബാധിക്കുന്നത്. അപ്പോൾ അത് വീട്ടിൽ നിന്ന് വരണം. ഓക്കെ, ഇത് നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി നിർത്തുകയാണ്.